നമ്മുടെ CSI മധ്യകേരള മഹായിടവക ത്രിജനസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു സുജീവനം പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ ആധാരമാക്കി പ്രത്യേകിച്ച് ഒരു മതബഹുല സമൂഹത്തിൽ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, അതിന്റെ സാമർത്ഥ്യം എന്താണ് എന്നുള്ളതാണ്. അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതും മനസ്സിലാക്കിയതുമായ സംഗതികളുടെ ഒരു റീക്യാപ്പ്. ഇന്നലെ നമ്മൾ ഉദ്ഘാടന ദിവസം ശ്രമിച്ചത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ആയിരുന്നു. പ്രകൃതി ചികിത്സാ രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അതിന്റെ ഒരു സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സർക്കാഡിയൻ ഋതത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മുടെയൊക്കെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ജൈവ പ്രക്രിയകളെ വളരെ താളാത്മകമായി ഏകോപിക്കുന്ന ഒരു താളമാണ്, ഒരു ആന്തോളനമാണ് ആ ഒരു ഋതം. ആ ഒരു ഋതത്തെ റെസ്പെക്ട് ചെയ്യുന്ന, ആ ഒരു താളത്തെ മാനിക്കുന്ന ജീവിത ശൈലി, ആഹാര രീതി നമുക്കുണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. അത് അദ്ദേഹം പറയുമ്പോൾ തന്നെ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി ഏദനിൽ ഉണ്ടായിരുന്ന ഒരു ജീവിത ശൈലിയിലേക്ക്, ഏദന്റെ ഒരു ഭക്ഷണ രീതിയിലേക്കൊക്കെ മാറേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഓർപ്പിച്ചു. ഒരുപക്ഷെ ഈ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു സംഘി അജണ്ടയായി മാറുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പലതിനെയും വ്യക്തിപരമായി ഞാൻ വിമർശനാത്മകമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ ജൈവ പ്രക്രിയകളെ താളാത്മകമായി ഏകോപിക്കുന്ന ആ ഒരു താളം, അതിനെ മാനിക്കണം എന്നുള്ള ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ചിന്തോദീപ്തമാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്പം കൂടെ വിശാലമായിട്ടാണ്. ഒരുപക്ഷെ സുജീവനം എന്നുള്ള ഒരു പ്രോഗ്രാം മഹാടവകയിൽ ആദ്യമായിട്ടല്ല. നേരത്തെ വിഭജന പ്രസ്ഥാനവും സുജീവനം എന്ന പ്രോഗ്രാം ചില വർഷം മുമ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ സുജീവനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ശാരീരിക ആരോഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഒരു ഹോളിസ്റ്റിക് വെൽബീയിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സുജീവനത്തെ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. So it's more about our holistic well-being than physical well-being. അങ്ങനെയാണ് സ്ത്രീജനസഖ്യം ഈ ഒരു പ്രോഗ്രാമിനെ എൻവിഷൻ ചെയ്തിട്ടുള്ളത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഫിസിക്കൽ വെൽബീയിങ്ങിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കണോമിക് വെൽബീയിങ്, വളരെ പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ വെൽബീയിങ്, വളരെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ വെൽബീയിങ്. അതെല്ലാം ഈ ദിവസങ്ങൾ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആധാരമാക്കി ചിന്തിക്കുകയാണ്. ഇൻഫാക്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതു മതം എടുത്താലും ഏതു മതത്തിലെയും ഒരു കോമൺ റിച്വലാണ്, ഒരു പൊതുവായ ആചാരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ നമുക്ക് വളരെ സുപരിചിതമായ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു ക്ലോസ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ, അതിനെ മാത്രം ആധാരമാക്കിയുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇത് ത്രൂ ഔട്ട് ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ ചരിത്രം നോക്കിയാൽ ദ ലോർഡ്സ് പ്രയർ has inspired many people. അനേകരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒന്നാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ കാണുന്നു. ഈ പ്രാർത്ഥന അനേകരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നെപ്പോളിയൻ, അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയുന്നത് ഒരു എത്തിസ്റ്റ് ആയിരുന്നാണ്. എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഡു യു വിഷ് ടു ഫൈൻഡ് ഔട്ട് ദ റിയലി സബ്ലൈം, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ
ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരം ഒന്നാണ്, റിപ്പീറ്റ് ദ ലോർഡ്സ് പ്രേയർ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിക്കുക. ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഒരു ഇത് വന്നേ, അതേ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് ഒരു ആംഗ്ലിക്കൻ തിയോളജനായ FD മോറിസ് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ലോർഡ്സ് പ്രേയർ മേ ബി കമ്മിറ്റഡ് ടു മെമ്മറി ക്വിക്ലി. ഒരു പക്ഷേ നമ്മുടെ ഓർമ്മയിലേക്ക് ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പകർത്തുവാൻ വലിയ പാടില്ല, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ വലിയ പാടില്ല. ബട്ട് ഇറ്റ് സ്ലോലി ലേൺ ബൈ ഹാർട്ട്. ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന വളരെ സാവകാശം നമ്മുടെ ഹൃദയത്തിന്റെ പലകയിലേക്ക് പകർത്തേണ്ടത് എത്ര. Sorry, the sound is not clear. Can't hear. ആർക്കും കേൾക്കുന്നില്ല അതോ? ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട് അച്ഛാ. അവരവരുടെ റേഞ്ച് ഇല്ലായ്മയാ. ഇവിടെ ക്ലിയർ ആയിട്ട് പ്രശ്നമാണ്. ദയവായിട്ട് അതുകൊണ്ട് സൂം ആയതുകൊണ്ട് നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഈ ഭാഗത്തൊക്കെ കേൾക്കാം. ഇവിടെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയും കേൾക്കാം. താങ്ക് യു. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരു ആംഗ്ലിക്കൻ തിയോളജനായ FD മോറിസിന്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം പറയുകയാണ്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് അത് യഥാർത്ഥത്തിൽ പകർത്തുവാനും ജീവിക്കുവാനും ഏറെ ശ്രദ്ധ ആവശ്യമാണ്. മറ്റൊരു സ്കോളർ അദ്ദേഹം കൂട്ട് വൊനേഗട്ട് അദ്ദേഹം പറയുന്നത്, while Einstein's theory of relativity may one day put Earth on intergalactic map, ഒരു ഇന്റർഗാലക്റ്റിക് മാപ്പിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുക. കാരണം കർത്താവിന്റെ പ്രാർത്ഥന നൽകുന്ന എനർജി, നൽകുന്ന ഊർജം, whose harnessing of energies in their proper life-giving direction surpasses even the discovery of fire. ഒരുപക്ഷെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കണ്ടുപിടുത്തം തീ ആണെന്ന് പലരും അവകാശപ്പെടാറുണ്ട്. തീയുടെ കണ്ടുപിടുത്തമാണ്. എന്നാൽ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. കാരണം ഒരു തീ നൽകുന്ന എനർജിയേക്കാൾ നമുക്ക് നൽകുന്ന എനർജി, നമുക്ക് ലഭിക്കുന്ന എനർജി, കർത്താവിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന എനർജി എത്ര ശക്തമാണ് എന്ന് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ ആഴത്തിൽ മനസ്സിലാക്കാം. കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ഓർക്കും ഇത് കർത്താവ് പുതുതായി രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അങ്ങനെയല്ല. ഇറ്റ് വാസ് നോട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എയർ ദാറ്റ് ജീസസ് ടോട്ട് ദിസ് പ്രേയർ. കർത്താവ് ഇങ്ങനെ ഒരു ദിവസം ഇരുന്ന് കുറച്ച് പ്രാർത്ഥന പുതിയത് പഠിപ്പിച്ചേക്കാം എന്നോർത്ത് പഠിപ്പിച്ചതല്ല ഈ പ്രാർത്ഥന. ഇവിടെ ശിഷ്യന്മാർ വന്ന് യേശുവിന്റെ അടുക്കൽ ചോദിക്കുകയാണ്, ഒരു റബായിയുടെ അടുക്കൽ, ഗുരുവായി യേശുവിനെ ചോദിക്കുക, ടീച്ചേഴ്സ് ഹൗ ടു പ്രേ. യേശുവിനോടൊപ്പം അനേക നാളുകൾ ഇവരുണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഫെമിലിയർ വിത്ത് റിച്വൽസ്. എല്ലാ റിച്വൽസിനെ കുറിച്ചും വളരെ ഫെമിലിയർ ആയിരുന്നു. ആ യഹൂദ സമൂഹത്തിന്റെ റിച്വൽസുമായി വളരെ ഫെമിലിയാരിറ്റി ഉള്ള, വളരെ സുപരിചിതമായ അനുഭവങ്ങളുള്ള ഈ ശിഷ്യർ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ടീച്ചേഴ്സ് ഹൗ ടു പ്രേ. അപ്പോൾ യഹൂദ മതത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ, ഒരു ഡ്യൂട്ടി ആയിരുന്നു. അത് ഓരോ വ്യക്തിയുടെയും ഒരു കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. അതായിരുന്നു യഹൂദ സമൂഹത്തിന് പ്രാർത്ഥനയെക്കുറിച്ച് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം. നമുക്കറിയാം ഈ ദാനിയേലൊക്കെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതൊക്കെ, അതൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം എന്ന നിർബന്ധം ഏതൊരു യഹൂദന്റെയും മുകളിലുണ്ടായിരുന്നു. സത്യത്തിൽ എല്ലാ സമയവും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എന്നാൽ എല്ലാ സമയവും പ്രാർത്ഥിക്കാൻ ഇനഫ് ടൈം എല്ലാ ദിവസവും ലഭിക്കാത്തത് കൊണ്ട് അത് 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണമെന്നായി. അവസാനം ആളുകളുടെ തിരക്ക് കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും ചുരുക്കമായി, മിനിമമായി എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതിൻ്റെ ഒരു അന്വേഷണം ഓരോ യഹൂദ സമൂഹത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മറ്റൊരുത്തർ പറഞ്ഞാൽ, വാട്ട് ഇസ് ദ മിനിമം പ്രേയർ വി ക്യാൻ സേ ഓർ പ്രേ ആൻഡ് ബി കോൺഫിഡന്റ് ദാറ്റ് വി ഹാവ് ഫുൾഫിൽഡ് അവർ ഒബ്ലിഗേഷൻ.
ഏറ്റവും മിനിമമായി, എന്നാൽ ഞങ്ങളുടെ ഒബ്ലിഗേഷൻ അതുപോലെ ഫുൾഫിൽ ചെയ്യുന്ന, അതുപോലെ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? അപ്പോൾ യേശുവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു ഒരു പുതിയ പ്രാർത്ഥന പഠിപ്പിക്കുകയല്ല. യഹൂദന്മാരുടെ ആചാരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ പുനരാവിഷ്കരണമാണ്, അല്ലെങ്കിൽ ഒരു പുനർവ്യാഖ്യാനമാണ് യേശു ഇവിടെ നിർവഹിക്കുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ എന്ന് പറയുന്നത്. ക്ഷേമ എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ നമ്മൾ ഇസ്രായേലെ കേൾക്ക എന്ന് ആരംഭിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ കേൾക്ക, ക്ഷേമ, ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇതെല്ലാമാണ് ക്ഷേമ എന്ന് പറയുന്ന കൽപ്പന. ആ കൽപ്പന അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് 18 ബെനഡിക്ഷൻസിനുള്ളത്. ഈ 3 നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്ഷേമായും 18 ബെനഡിക്ഷൻസും 18 ആശീർവാദങ്ങളും ഒക്കെ യഹൂദന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പല പേരുകളുണ്ട് ഈ 18 ബെനഡിക്ഷൻസിന്. ചിലരതിനെ വിളിക്കും ഷെമോന ഹെസ്ര എന്ന് പറഞ്ഞാൽ 18 ബെനഡിക്ഷൻസ്. ചിലതിനെ വിളിക്കും തെഫിലത്ത് ഹമീദ, ദ സ്റ്റാൻഡിങ് പ്രെയർ, എഴുന്നേറ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. മറ്റു ചിലതിനെ ഹാ തെഫീൽ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ, ദ പ്രയർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിന് 18 ആശീർവാദങ്ങളെ നമ്മൾ ഇന്ന് സമയമില്ല, എന്നാൽ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള ആശീർവാദങ്ങൾ, 3 benedictions of God mighty holy. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 4 മുതൽ 16 വരെയുള്ള ആശീർവാദങ്ങളിലാണ്. അവിടെ പ്രധാനമായും 3 പെറ്റീഷൻസ് ആണ്: സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, സോഷ്യൽ ബ്ലെസ്സിങ്സ്. ദൈവമേ, ഞങ്ങൾക്ക് ആത്മീയമായ, ലൗകികമായ, സാമൂഹികമായ അനുഗ്രഹങ്ങൾ ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അതിന്റെ വിവിധ തലങ്ങളാണ് ആ ആശീർവാദങ്ങൾ. ഏറ്റവും അവസാനത്തെ ഭാഗം, 3-ാമത്തെ ഭാഗം 17, 18, 19, ദ ഫൈനൽ ബ്ലെസ്സിങ്സ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ടു ഗോഡ് ആണ് ഈ 3-ാമത്തെ ഭാഗത്ത് കാണുന്നത്. ഞാനിത് പറഞ്ഞത് ഈ ഒരു പ്രാർത്ഥനയുടെ റീഇന്റർപ്രിട്ടേഷൻ, പുനർവ്യാഖ്യാനമാണ് യേശു നിർവഹിക്കുന്നത്. സത്യത്തിൽ സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ്, യേശു ആരാധനക്രമത്തിന് എത്ര പ്രാധാന്യം നൽകി എന്നതിന്റെ ഒരു അടയാളം കൂടെയാണിത്. പലരും നമ്മളെ വന്ന് പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട്. യേശുവിന് ലിറ്റർജി വേണ്ടായിരുന്നു, യേശുവിന് ഓർഡർ ഓഫ് സർവീസ് ഇല്ലായിരുന്നു, യേശുവിന് ക്രമീകൃതമായ പ്രാർത്ഥനകൾ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയല്ല. യേശു വളരെ റെസ്പെക്ട് ചെയ്തു, യേശു പ്രാർത്ഥനകളെ റെസ്പെക്ട് ചെയ്തു, യേശു ലിറ്റർജി റെസ്പെക്ട് ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിൽ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ലിറ്റർജിക്കൽ പ്രെയറായ, ഓരോ യഹൂദനും കൃത്യമായി ഓർഡർ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയുടെ പുനർവ്യാഖ്യാനമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അതിൽ ആദ്യത്തെ ഭാഗത്ത് പെടുന്ന ആ 3 benedictions of God mighty holy, ആ ഒരു ഭാഗത്തിന്റെ റീഇന്റർപ്രിട്ടേഷൻ ആണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന ആ അഭിസംബോധന തന്നെ. നമ്മൾ ആ ഷെമോന ഹെസ്ര, ഈ 18 benedictions നമ്മൾ അല്പം കൂടെ വളരെ ക്ലോസ് ആയി പഠിച്ചാൽ, ഇവിടെ വളരെ ഡിസ്റ്റൻസ്ഡ് ആയിരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എ ഗോഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആൻഡ് സ്പേസ്. പ്രത്യേകിച്ച് ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്: Blessed be thou, O God, our Lord and God of our fathers, God of Abraham, God of Isaac, and God of Jacob, the great, the mighty, and the fearful God, God most high, who bestows goodly kindnesses and art of the Creator. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും അപ്പൊ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ ഒരു ദൈവത്തെ, ടൈം കൊണ്ട് ടെമ്പറൽ ആയിട്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് യേശു ഈ പുനർവ്യാഖ്യാനം നിർവഹിക്കുന്നത്. 2 സ്പേസിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങ് സ്വർഗത്തിലായിരിക്കുന്ന ഒരു ദൈവം, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ വളരെ ദൂരെ ഇരിക്കുന്ന ഏതോ ഒരു സ്ഥലമാണ് സ്വർഗം. അവിടെ വാഴുന്നവനാണ്, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് ദൈവം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വളരെ ഡിസ്റ്റൻസ്ഡ് ആയിരിക്കുന്ന, ടൈം കൊണ്ടും സ്പേസ് കൊണ്ടും കാലം കൊണ്ടും സ്ഥലം കൊണ്ടും വളരെ ദൂരത്തായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള യഹൂദ സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഓർക്കണം, ദൈവത്തെ പിതാവായിട്ട് അഭിസംബോധന ചെയ്യുന്നത് യേശുവല്ല ആദ്യമായിട്ട്. അതിനു മുമ്പേ പഴയ നിയമത്തിൽ തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ, ബട്ട് യു ആർ അവർ ഫാദർ, ദൈവത്തെ പിതാവായിട്ട് അഭിസംബോധന ചെയ്യുന്ന ചില വാക്യങ്ങളെ കാണാൻ സാധിക്കും. എങ്കിലും പൊതുവിൽ
ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അങ്ങ് വളരെ ടൈം കൊണ്ടും ഡിസ്റ്റൻസ് സ്പേസ് കൊണ്ടും സ്ഥലം കൊണ്ടും കാലം കൊണ്ടും വളരെ ദൂരത്തുള്ള ഏതോ ഒരു ശക്തിയാണ് എന്നൊരു നിർവചനം, എന്നൊരു കാഴ്ചപ്പാട് യഹൂദന്മാർക്കുണ്ടായിരുന്നു. അവിടെയാണ് യേശു ഒരു പുനർവ്യാഖ്യാനം നൽകുന്നത്. ആ പുനർവ്യാഖ്യാനത്തിൽ വളരെ ശ്രദ്ധേയമായ 2 പദങ്ങളാണ്. ഒന്ന് ഫാദർ, 2 ആർ. ഞങ്ങളുടെ പിതാവേ. പിതാവേ എന്നുള്ള അഭിസംബോധനയും ഞങ്ങൾ എന്നുള്ള അഭിസംബോധനയും. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെയായിരിക്കുന്ന, അങ്ങ് സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഏതോ ഒരു ദൂര പ്രദേശത്തുള്ള, ഏതോ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും വിദൂരതയിലുള്ള ഒരു സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തെ ഈ ജീസസ് ഇസ് ഡ്രോയിങ് ക്ലോസർ ടു അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തോട് വളരെ ഇന്റിമസിയായി, വളരെ ഇന്റിമേറ്റായി വലിച്ചടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാക്കി മാറ്റുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻ അല്ല, മറിച്ച് ഒരു പാരന്റ് ചൈൽഡ് റിലേഷനിലേക്ക് ആ പ്രാർത്ഥന നമ്മളുടെ കാഴ്ചപ്പാടുകളെ ഉടച്ചു വാർക്കുകയാണ്. ഒരു മാസ്റ്റർ സെർവന്റ് ആയിട്ടുള്ള ഒരു അടിമ, ആ അടിമയുടെ യജമാനൻ, ആ ഒരു ബന്ധമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇന്റിമേറ്റ് ആയിട്ടുള്ള മാതാപിതാവ് മക്കൾ എന്നുള്ള, പാരന്റ് ചൈൽഡ് എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതിന്റെ അഭിസംബോധനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ യഹൂദന്മാർക്ക് പ്രാർത്ഥന ഒരു ഒബ്ലിഗേഷൻ ആയിരുന്നു, ഒരു ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒരു ഒബ്ലിഗേഷനെ കുറിച്ചല്ല. പ്രാർത്ഥന എന്നാൽ ഒരു ഉത്തരവാദിത്വം എന്നതിനേക്കാൾ പ്രാർത്ഥന എന്നാൽ ഒരു ബന്ധമാണ്. Prayer is about a relation than obligation. ഞാൻ ആവർത്തിക്കട്ടെ, prayer is about a relation than obligation. ഒരു ബന്ധത്തെ കുറിച്ചാണ്, ഒരു ഉത്തരവാദിത്വം, ഡ്യൂട്ടി. എൻ്റെ മേൽ കിടക്കുന്ന ഏതോ ഒരു ഡ്യൂട്ടി, പുറത്തു നിന്ന് വീഴുന്ന ഏതോ ഒരു, ആരൊക്കെയോ നിർബന്ധിക്കുന്നു, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. ആ നിർബന്ധമല്ല, അതിനപ്പുറത്ത് ഒരു ബന്ധത്തിന്റെ അടയാളമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോട്ട് അതിലെ ബന്ധമാണ്, റിലേഷനാണ്. അതിൽ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. എന്നാൽ ആസ് എന്ന് പറയുമ്പോൾ, അവർ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതൊരു വെർട്ടിക്കൽ ബന്ധം മാത്രമല്ല, അതൊരു ഹൊറിസോണ്ടൽ ബന്ധം കൂടെയാണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ് പറയുന്നത്, ആർ ഫാദർ, ഞങ്ങളുടെ പിതാവേ. ആ ബന്ധത്തിന്റെ ഒരു വെർട്ടിക്കലായ മാനവും ഹൊറിസോണ്ടലായ മാനവും ഒരുപോലെ കർത്താവ് കൊണ്ടുവരികയാണ്. ആർ ഫാദർ, ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷ നോക്കിയാൽ അവിടെയെല്ലാം കമ്മ്യൂണിറ്റി ഈസ് വെരി ഇന്റഗ്രൽ അല്ലേ. യേശുവിന്റെ ശുശ്രൂഷ നോക്കിയാൽ അവിടെ സമൂഹം എന്ന് പറയുന്നത് യേശുവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പാഠം നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. വി ആർ ബെറ്റർ ടുഗെദർ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴല്ല, ഞാനായിരിക്കുമ്പോഴല്ല, നമ്മളായിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിനുമൊക്കെ നല്ല അർത്ഥം വരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ ജീസസ് ഈസ് റിമൈൻഡിങ് us about a new dimension of relationship. ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവമക്കൾ തമ്മിലുള്ള ബന്ധവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ദൈവവുമായുള്ള ബന്ധവും ദൈവമക്കൾ തമ്മിലുള്ള ബന്ധവും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ ശേമായുടെ ഇന്റർപ്രിട്ടേഷനിലും യേശു വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുമ്പോൾ, ശേമ എന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ യേശു അത് പറയുമ്പോൾ നിന്റെ കൂട്ടുകാരനെയും നിന്റെ അയലത്തുകാരനെയും അതുപോലെ സ്നേഹിക്കുക. എന്നിട്ട് പറയുന്നു ഇത് രണ്ടും സമമാണ്. ബോത്ത് ആർ ഈക്വൽ. സോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ഈക്വൽ ടു റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പീപ്പിൾ. ദൈവജനം തമ്മിലുള്ള, ദൈവത്തിന്റെ മക്കൾ തമ്മിലുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുവാൻ സാധ്യമല്ല. ഇത് രണ്ടും ഇഴചേർന്ന് കിടക്കുകയാണ് എന്ന് ഈ അഭിസംബോധന നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. അവിടെ ഏറ്റവും വ്യക്തമായി എടുത്തു പറയേണ്ടത് അവർ എന്ന് പറയുമ്പോൾ, അവർ ഫാദർ. ഇപ്പം ഞാൻ ഒരുപക്ഷെ ജോസഫ് സാമുവൽ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പൊ ജോസഫ് സാമുവൽ അച്ഛൻ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും ഒരാളിനെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ ആരായി? ഞങ്ങൾ സഹോദരങ്ങളായി.
അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ദേവാലയത്തിൽ നിന്ന്, ഈ ലോകമാകുന്ന ദേവാലയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവർ ഫാദർ എന്ന് പ്രാർത്ഥിച്ചാൽ, ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ പിതാവും നിന്റെ പിതാവും അവന്റെ പിതാവും അവളുടെ പിതാവും എൻ്റെ അയലത്തുകാരന്റെ പിതാവും എല്ലാവരുടെയും പിതാവ് ഒന്നാണെന്ന് നമ്മൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ മക്കളാണെന്ന് മാത്രമല്ല, നമ്മൾ ആ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇൻഡയറക്ട്ലി വി ആർ അഫേർമിംഗ് ദാറ്റ് വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് അവർ ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് പള്ളികൾ മാത്രം, എത്രയോ സ്കൂളുകൾ പ്രാർത്ഥിക്കുന്നു, എത്രയോ ഹോസ്പിറ്റലുകൾ പ്രാർത്ഥിക്കുന്നു. ഒരു മതത്തിന്റെ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായി പല മതങ്ങളിൽപ്പെട്ടവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥന അവർ ഫാദർ എന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നതിനോടൊപ്പം തന്നെ നമ്മൾ അഫേം ചെയ്യുകയാണ്, ആ മക്കളായ ഞങ്ങൾ സഹോദരങ്ങളാണ്, വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള വലിയ വസ്തുത അവിടെ ഓർപ്പിക്കുകയാണ്. ഈ GK ചെസ്റ്റർട്ടൺ, അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതിൻ്റെയൊക്കെ ഒരു മഹാനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. ഈ ലണ്ടൻ ന്യൂസ് പേപ്പറിൽ ഒരിക്കലൊരു ചോദ്യം വന്നു. ലണ്ടൻ ന്യൂസ് പേപ്പറിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു, വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത് ദ വേൾഡ്? ഈ ലോകത്തിന്റെ പ്രശ്നം എന്താണ്? അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ വാസ് സെന്റ് ടു മെനി പബ്ലിക് ഇന്റലക്ച്വൽസ് ഇൻ വിക്ടോറിയൻ ഇംഗ്ലണ്ട്. അപ്പോൾ ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ അനേകർക്ക് ഈ പത്രത്തിലൂടെ ഈ ഒരു വാർത്ത ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഉത്തരം, ഒത്തിരി ഉത്തരങ്ങൾ നൽകി. ഇദ്ദേഹത്തിന്റെ ഉത്തരം ഈ ഐ എന്ന കാഴ്ചപ്പാടാണ്, ഞാൻ എന്ന കാഴ്ചപ്പാടാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം ഓർപ്പിച്ചു. സത്യത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രശ്നം പോലും അതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഐ എന്നുള്ള പ്രാർത്ഥനയാണ്, ഞാൻ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞാൻ സാധാരണ ഓർപ്പിക്കുന്നത്, നമ്മുടെ ഈ ചില സന്ധ്യാ പ്രാർത്ഥനകളിലെ ഒരു വലിയ വിരോധാഭാസമുണ്ട്. ആ പ്രാർത്ഥന പലപ്പോഴും വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമായ കർത്താവേ, കഴിഞ്ഞൊരു പകൽക്കാലം അനേകർ ഈ ലോകത്ത് രോഗികളായി തീർന്നപ്പോൾ, അനേകർ ഈ ലോകത്ത് മരണം മൂലം വേർപെട്ടു പോയപ്പോൾ എന്നെ ആരോഗ്യത്തോടെ നിർത്തിയതിനായി സ്തോത്രം. സത്യത്തിൽ ആ പ്രാർത്ഥന വളരെ അപകടകരമാണ്. എനിക്ക് മാത്രമുള്ളതാണോ ദൈവത്തിന്റെ കൃപ? രോഗമുള്ളവർക്ക് ദൈവകൃപയില്ലേ? മരിക്കുന്നവർക്കും ദൈവകൃപയില്ലേ? അനേകർ രോഗികളായി തീർന്നു, അനേകർ മരിച്ചു. എന്നെ നിലനിർത്തിയ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഈ ഐ എന്നുള്ള ഭാവം, ഞാൻ, എന്റേത്, എനിക്ക് എന്നുള്ള ഭാവം വളരെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ യേശു പഠിപ്പിക്കുന്നത് എന്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനല്ല, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്നതിനൊപ്പം അതിനേക്കാൾ ഉപരിയായി നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഐ എന്നുള്ള ഈഗോയിസ്റ്റായുള്ള കാഴ്ചപ്പാടിനെ, ഞാനും എൻ്റെ ജാതിയും എൻ്റെ മതവും എൻ്റെ കുടുംബവും അതിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവായ പ്രാർത്ഥനയാണ് ഈ അവർ ഫാദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു മതങ്ങളുടെ പ്രശ്നം, മതങ്ങളുടെ ഉള്ളിലും ഈ പ്രശ്നമുണ്ട്. അരുന്ധതി റോയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്. അതിനകത്ത് ഈ മതങ്ങളുടെ ഉള്ളിലെ പ്രശ്നത്തെ കുറിച്ച് വളരെ വ്യക്തമായി അരുന്ധതി റോയ് വരച്ച് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം, ആരംഭിക്കുന്ന ഭാഗമാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇത് ഒരു മതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭാഷണമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വേറൊരാൾ ഒരു പാലത്തിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. So I saw a man on a bridge about to jump. ആ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടരുത് മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നു. I said, don't do it. അയ്യോ ചാടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ ഈ ചാടാൻ പോകുന്ന ആള് പറഞ്ഞു, നോ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലേ? ആഹാ. അവ ആളെ ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ, യെസ് എന്ന് പറഞ്ഞു. അവൻ ഞാൻ ചോദിച്ചു, ആർ എ മുസ്ലിം ഓർ എ നോൺ മുസ്ലിം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഞാനൊരു മുസ്ലിമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഷിയയാണോ സുന്നിയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുന്നിയാണ്. ആ, കൊള്ളാം, ഞാനും സുന്നിയാണ്. ഓക്കെ, ഇനി സുന്നിക്കാതെ ദിയോബന്ദിയാണോ ബെറേൽവിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബെറേൽവിയാണ്. ആ, അടിപൊളി, ഞാനും ബെറേൽവി തന്നെയാണ്. ഓക്കെ, ഇനി ബെറേൽവിക്കാതെ തൻസീഹിയാണോ തൽഫിറിയാണോ? അപ്പൊ പറഞ്ഞു, തൻസീഹിയാണ്. ആ, ഗംഭീരമായി, നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ്. മീറ്റു, ഞാനും തൻസീഹിയാണ്. ഇനി തൻസി അസ്മാത്തിയാണോ തൻസി ഫർഹാത്തിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻസി ഫർഹാത്തിയാണ്. ആ, അവിടെ നമ്മൾ ഒരുപോലാണല്ലോ. മീറ്റു, തൻസി ഫർഹാത്തി ജമിയ ഉൽ ഉലൂം അജ്മറാണോ അതോ തൻസി ഫർഹാത്തി ജാമിയ ഉൽ നൂർ മേവത്താണോ? ഇതിലേതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻസി ഫർഹാത്തി ജാമിയ ഉൽ നൂർ മേവത്താണ്.
അപ്പോഴേ ഞാൻ അവനെ വിളിച്ചു, ആ കാഫിർ. എന്നിട്ട് ഞാൻ അവനെ തള്ളി ഇട്ടു, അവൻ വെള്ളത്തിൽ വീണ് ചത്തുപോയി. രക്ഷിക്കാൻ പോയ ഞാനാണ്. കോമണാലിറ്റീസ് അന്വേഷിച്ച് ചെറിയൊരു വ്യത്യാസം, എന്റെ മതത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വ്യത്യാസം കണ്ടപ്പോൾ അവനെ ഞാൻ നശിപ്പിക്കാനായി ശ്രമിക്കുന്നു എന്ന ആ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ മതങ്ങളുടെ ഉള്ളിലും, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ ഇന്റർ ഡിനോമിനേഷണൽ ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഇന്ന് വളരെ ക്രിട്ടിക്കലായി കാണുകയാണ്. നമുക്ക് നമുക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരു ലോകത്തിൽ, ഒരു മതങ്ങൾ തമ്മിലാണെങ്കിലും മതത്തിന്റെ ഉള്ളിലാണെങ്കിലും ഈ ഒരു വലിയ ശത്രുത്വം നമ്മൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഇന്നത്തെ ഒരു വലിയ നറേറ്റീവാണ് ഇന്ത്യയാണോ ഭാരതമാണോ എന്നുള്ളത്. അഖണ്ഡ ഭാരതം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ മേൽ ഒത്തിരി പുഷ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാണ്. ഇത് ഭാരതമല്ല, ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യാസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇത് ബഹുല വിശ്വാസത്തിന്റെ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ദേശീയത എന്ന് പറയുന്നത് ഒരു സംസ്കാരം, ഒരു മതം, ഒരു രാജ്യം ഇതല്ല, ഒരു ഭാഷ ഇതല്ല, ഒരു ജാതി ഇതല്ല. മറിച്ച് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ബഹുലതയാണ്, പ്ലൂറലിസ്റ്റിക് ആണ്, മൾട്ടിപ്ലിസിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന, ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ദേശീയതയാണ് ഇന്ത്യയുടെ ദേശീയത. അപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഭാരതം എല്ലാം മോണോലിത്ത്, എല്ലാം ഏകശിലാ സംസ്കാരമായി കാണുവാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പറയുകയാണ് നമ്മുടെ ദേശീയത അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാം ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷ ഒരു ഭാഷയാണ്, ഫ്രഞ്ച് ഭാഷ ഫ്രാൻസ്, ജർമ്മൻ ഭാഷ ജർമ്മനി. യഹൂദന്മാരെ സംബന്ധിച്ചോളം യഹൂദ മതം ജ്യൂസ്, അറബിക് രാജ്യം സംബന്ധിച്ചോളം ഇസ്ലാം മതം അറബി. അപ്പം ഒറ്റ ഭാഷ, ഒറ്റ മതം, അതുപോലെ അതിനെ അടിസ്ഥാനമാക്കി ഒന്നിനെ മാത്രം അടിസ്ഥാനമാക്കി ഉണ്ടായ രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ത്യ ഫ്രാൻസ് പോലെ ആകണം, ഇന്ത്യ ജർമ്മനി പോലെ ആകണം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യയുടെ ദേശീയത പ്ലൂറാലിറ്റിയാണ്. ഇവിടെ ഒരു മതമല്ല, ഒരു ജാതിയല്ല, ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമല്ല, ഇവിടെ എല്ലാം ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ ദേശീയത. മീറ്റിംഗ് നടക്കും. അപ്പോൾ ഈ ഒരു ദേശീയതയെ ചോദ്യം ചെയ്യുവാനായി ഒറ്റ സംസ്കാരം മതി, ഒരു ഭാഷ മതി, ഒരു മതം മതി എന്നൊക്കെ നമ്മുടെ മേൽ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രസക്തി? ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിന്റെ പശ്ചാത്തലം നോക്കുക. ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു ചലഞ്ചാണ് നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുവാനായിട്ടുള്ള ശ്രമം. കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും സെക്യുലറായി, അറ്റ്ലീസ്റ്റ് പെരിഫറൽ ആയിട്ടെങ്കിലും, ഉപരിപ്ലവമായിട്ടെങ്കിലും ഒരു സെക്യുലർ സംസ്കാരത്തെ കൊണ്ടു നടക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഈ സെക്യുലറിസം പറയുമ്പോൾ ഈ മതബഹുലതയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചർ കേരളത്തിൽ സാധ്യമാകാൻ പ്രധാനമായും കാരണമായി തീർന്നത്, ഒന്ന്, മെജോറിറ്റി ആയിട്ടുള്ളവരും മൈനോറിറ്റി ആയിട്ടുള്ളവരുടെയും മെജോറിറ്റി ആയിട്ടുള്ളവരുടെ സെക്യുലർ ബോധ്യമാണ്. അപ്പോൾ ഈ ഒരു സെക്യുലർ ബോധ്യത്തെ ഇല്ലാതാക്കാൻ എങ്ങനെ ശ്രമിക്കുന്നത്? മെജോറിറ്റി വോട്ടിന്റെ കൺസോളിഡേഷൻ, മൈനോറിറ്റി വോട്ടിന്റെ ഫ്രാഗ്മെന്റേഷൻ. മെജോറിറ്റി ആയിട്ടുള്ളവരോട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരണം, നിങ്ങൾ ഒരാൾക്കേ വോട്ട് ചെയ്യാവൂ. മൈനോറിറ്റി ആയിട്ടുള്ള മതങ്ങളെ തമ്മിൽ തല്ലിക്കുകയാണ്. അതിനകത്ത് ഹാഗിയ സോഫിയയുടെ നറേറ്റീവ് കൊണ്ടുവരും, അതിനകത്ത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങൾ കൊണ്ടുവരും, അതിനകത്ത് ലവ് ജിഹാദ് കൊണ്ടുവരും, അതിനകത്ത് ആവശ്യമില്ലാത്ത സകല വിദ്വേഷത്തിന്റെ നറേറ്റീവ് കൊണ്ടുവന്ന് കേരളത്തിലെ മൈനോറിറ്റീസിനെ തമ്മിൽ തല്ലിച്ച് വോട്ടിനെ ഫ്രാഗ്മെന്റ് ചെയ്യാനും എന്നാൽ മെജോറിറ്റി വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതിലൂടെ ഈ ഭാരതം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ബഹുലതയെ ഡിഫീറ്റ് ചെയ്യുന്ന, മോണോലിത്തിക് ആയിട്ടുള്ള, ഒറ്റ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്, ഇതെല്ലാം കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ ശ്രമം കേരളം നടക്കുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന വിപ്ലവകരമായ പ്രാർത്ഥനയാണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രെയറാണ്, ഇതൊരു രാഷ്ട്രീയമായ. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വ്യക്തമായ രാഷ്ട്രീയ മാനമുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രാർത്ഥനയാണ്. അതറിങ് എന്ന് പറയുന്നത് എന്താണ്? അതറിങ് എന്ന് പറഞ്ഞാൽ അപരവൽക്കരണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ
എന്നെ പഠിപ്പിക്കുകയാണ്, അത് സഹോദരനും സഹോദരിയുമല്ല, അത് അപരനും അപരയുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സഹോദരനായി കണ്ട വ്യക്തി, നാളെ ഞാൻ ആ വ്യക്തിയെ കാണുന്നത് അപരനായിട്ടാണ്. ഇന്ന് ഞാൻ സഹോദരിയായി കണ്ട വ്യക്തിയെ നാളെ ഞാൻ കാണുന്നത് അപരയായിട്ടാണ്. മറ്റന്നാൾ എന്നോട് പറയും അത് അപരനും അപരയുമല്ല, അത് അന്യനും അന്യയുമാണ്. അതും എൻ്റെ മനസ്സിലേക്ക് വിഷവിത്തുകളായി പാകപ്പെടുകയാണ്. അതിന്റെ അടുത്ത ദിവസം എന്നോട് പറയും അത് അന്യനും അന്യയുമല്ല, അത് ശത്രുവാണ്. ഒരാൾ ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ആളിനെ ഇല്ലാതെയാക്കുക എന്നത് മാത്രം. അപ്പോൾ ഇന്ന് സഹോദരനും സഹോദരിയുമായി ഞാൻ കണ്ട അന്യമതങ്ങളിൽപ്പെട്ടവരെ ഞാൻ നാളെ കാണുമ്പോൾ അപരനും അപരയുമായും, പിന്നത്തെ ദിവസം അന്യനും അന്യയുമായും, പിന്നത്തെ ദിവസം ശത്രുവായും കണ്ട് പിന്നെ ആ ശത്രുവിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനകത്ത് സഭാപിതാക്കന്മാര് പോലും പലപ്പോഴും ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ഒരിക്കലും മതബഹുലതയെ റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, മതങ്ങളെ തല്ലിക്കുന്ന പ്രതിഭാസങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് ചൂട്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. സത്യത്തിൽ നമ്മൾ ഉയർപ്പ് കാലഘട്ടത്തിന്റെ അവസാന ദിവസങ്ങളിലാണ്. നമ്മൾ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ പ്രവേശിക്കുകയാണ്. ഈ പെന്തക്കോസ്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഡൈവേഴ്സിറ്റിയെ കുറിച്ചല്ലേ? നമ്മൾ അന്യഭാഷയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ പെന്തക്കോസ്ത് ദിനത്തിലെ അന്യഭാഷ എന്ന് പറഞ്ഞത്? ആർക്കും മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന പംഫൂലിയ, ഫ്രിഗ്യ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷക്കാർ വന്നപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലായ ഭാഷയാണ്. സത്യത്തിൽ യഹൂദ ഭാഷ എന്ന് പറയുന്ന ആ ഒരു മോണോലിത്തിക്കായ ഭാഷ അവിടെ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയാണ്. ആ ഭാഷ മൾട്ടിപ്ലിസിറ്റിയുടെ ഒരു ഭാഷ, ഡൈവേഴ്സിറ്റിയുടെ ഒരു വലിയ ആഘോഷമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു സഭയുടെ ആരംഭം തന്നെ ഈ ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്യുന്നിടത്താണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി അല്ല, നമ്മളെ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റിയാണ് ആക്കുന്നത്, അന്യന്റെ ഭാഷ മനസ്സിലാക്കുന്ന. അപ്പൊ ഒന്ന് തോമസ് സാമുവൽ ബിഷപ്പ് ഒരു പ്രാവശ്യം ഞങ്ങളിന്ന് BD സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ചെയ്ത റിട്രീറ്റിലെ പ്രസംഗത്തിന് ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബിഷപ്പ് പറഞ്ഞതാണ്, ഈ ലോകം മുഴുവൻ സംസാരിക്കുന്നത് ഒരൊറ്റ ഭാഷയാണ്. ആ ഭാഷയുടെ പേരാണ് വേദനയുടെ ഭാഷ. ആ ഭാഷയോട് പ്രതികരിക്കേണ്ടത് മറ്റൊരു ഭാഷയിലൂടെയാണ്, സ്നേഹത്തിന്റെ ഭാഷ. സത്യത്തിൽ ഈ പെന്തക്കോസ്ത് നമ്മളെ ഓർപ്പിക്കുന്നത്, ഇന്ത്യയുടെ വൈവിധ്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് അന്യന്റെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. എന്റെ എക്സ്ക്ലൂസീവ് ഭാഷയല്ല, അന്യന്റെ ഭാഷയിൽ മറ്റുള്ളവനെ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് ആ ഭാഷയിൽ സംസാരിക്കുക. അതിന് നമുക്ക് ഉത്തേജനം നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ് ഈ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ ഏതു മതത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ ദൈവത്തെ ഒരു പിതാവായി കണ്ടുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ആരോഗ്യപരമായ ചില സൂചനകൾ എന്തൊക്കെയാണ്? അതെങ്ങനെ നമ്മുടെ ഹെൽത്തിനെ കോംപ്ലിമെന്റ്, എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്നത്? ഒന്ന്, ഈ പ്രാർത്ഥനയിലൂടെ നമ്മളൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തെ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഏത് മതം എടുത്ത് നോക്കിയാൽ, അത് ഇസ്ലാം ആണെങ്കിലും, അത് ഹിന്ദു മതമാണെങ്കിലും, അത് ക്രിസ്തീയ മതമാണെങ്കിലും, സിഖിസം ആണെങ്കിലും, all these religious communities often provide a strong social support network, a sense of belonging. നമ്മൾ ആരും അന്യരല്ല, നമ്മൾ എല്ലാവരും we have a belongingness. നമുക്ക് ആ ഒരു നമ്മൾ എവിടെയോ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ബോധ്യം, ഒരു കണക്ഷനെ കുറിച്ച്, ഒരു കമറാഡറിയെ കുറിച്ച് ഒരു വലിയ ബോധം. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടൊരു ഐലൻഡ് ആണല്ലോ എന്നുള്ളൊരു ബോധ്യം നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ അവർ ഫാദർ, അവർ എന്ന് പറയുന്ന ആ ഒരു വലിയ ബോധ്യം, അത് ഏത് മതത്തിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ എല്ലാവരും നിൽക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്, നമുക്ക് നൽകുന്ന ഒരു മെന്റൽ വെൽബീയിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകാൻ, നമ്മളെല്ലാം ഒരു ബിലോങ്ങിങ്നെസ്സിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒന്നാണ് ഏതൊരു മതവും. ആ മതം എല്ലാം പഠിപ്പിക്കുന്ന ഒരു ബിലോങ്ങിങ്നെസ്സിനെ കുറിച്ചാണ്. അവർ ഫാദർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു ബിലോങ്ങിങ്നെസ്സിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുകയാണ്. നമ്മുടെ ഒരു മെന്റൽ ഇമോഷണൽ വെൽബീയിങ്ങിന് ഈ ഒരു ബിലോങ്ങിങ്നെസ് എന്നൊരു ഫീലിംഗ്, ഒരു ഇമോഷൻ വളരെ ആവശ്യമാണ്. രണ്ട്, ഏത് മതം എടുത്താലും അതിനകത്തെല്ലാം നമുക്ക് നൽകുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. നമുക്കറിയാം, നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന, നമ്മൾ ഒത്തിരി ചലഞ്ചസ് അനുഭവിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളെ അതിജീവിക്കുവാൻ, ടു നാവിഗേറ്റ് അല്ലെ, ആ ഒരു സർക്കംസ്റ്റൻസിനെ, നമുക്ക് ചലഞ്ചസ് ഉയർത്തുന്ന, നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് നയിക്കുന്ന ചലഞ്ചസിനെ നാവിഗേറ്റ് ചെയ്യുന്ന റിച്വൽസ് പലതും നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്.
അതൊരു പക്ഷേ മെഡിറ്റേഷൻ ആകാം, ഒരു പക്ഷേ നമുക്ക് ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, റെസീലിയൻസ്, അതിജീവനത്തിന്റെ കാഴ്ചപ്പാട് പ്രാർത്ഥനകളാകാം. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ഉള്ളിലെ വേദനകളെ വെന്റിലേറ്റ് ചെയ്യുന്ന നിമിഷം കൂടെയാണ്. അപ്പോൾ ഏത് മതമാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ, അവർ ഫാദർ, നമ്മളെല്ലാവരും ആ ഒരു അവയർനെസ്സിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ വെന്റിലേറ്റ് ചെയ്യുന്നത് മാത്രമേ, ഒരുമിച്ച് അതിജീവിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം കൂടെയാണ് ഈ അവർ ഫാദർ നമുക്ക് നൽകുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. രണ്ട്, ഈ പ്രാർത്ഥന, ഏത് പ്രാർത്ഥന എടുത്താലും ഈ പ്രാർത്ഥനകൾ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബിഹേവിയേഴ്സ് നൽകും. അതൊരു പക്ഷേ റെഗുലർ എക്സസൈസ് ആയിരിക്കാം. എത്രയോ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് റെഗുലർ എക്സസൈസിന്റെ ആവശ്യത്തെക്കുറിച്ച്, പ്രോപ്പർ ന്യൂട്രീഷനെ കുറിച്ച്, അബ്സ്റ്റെയിനിങ് ഫ്രം ഹാർംഫുൾ സബ്സ്റ്റൻസസ്. നമ്മുടെ നോമ്പുകാല പ്രാർത്ഥനകൾ, നോമ്പ് ആചാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റിനെയും റിലാക്സേഷനെയും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇത് പഠിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരുമിച്ച് വന്ന് ഇങ്ങനത്തെ വാല്യൂ സിസ്റ്റംസ് എൻഹാൻസ് ചെയ്യാൻ സാധിച്ചാൽ, പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ, തീർച്ചയായും ഒത്തിരി പോസിറ്റീവ് ഹെൽത്ത് ബിഹേവിയേഴ്സ്, സുജീവനത്തിന്റെ തലത്തിലേക്ക് ഉയരുവാൻ മതബഹുല സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായും സാധിക്കും. മറ്റൊന്ന്, എ സെൻസ് ഓഫ് പേർപ്പസ് ആൻഡ് മീനിങ്. പലരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിന് ഒരു ദിശ നഷ്ടപ്പെട്ട അനുഭവം. എന്നാൽ അവിടെ ബിലീവിംഗ് ഇൻ എ ഹയർ പവർ, പിതാവായിരിക്കുന്ന ആ ഒരു വലിയ ശക്തിയിലുള്ള ഒരു വിശ്വാസം, ബിലീവിംഗ് ഇൻ ഹയർ പവർ ഓർ ഡിവൈൻ പേർപ്പസ് ക്യാൻ ഗിവ് ഇൻഡിവിജ്വൽസ് എ സെൻസ് ഓഫ് ഹോപ്പ്, ഓപ്റ്റിമിസം ആൻഡ് ഫുൾഫിൽമെന്റ്. നമ്മുടെ ആ വാക്വത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, ഏത് മതം എടുത്താലും പഠിപ്പിക്കുന്ന ഒരു വലിയ വാല്യൂ ആണ് ഫൊർഗീവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ആർത്തി വേണ്ട, നമുക്ക് സംതൃപ്തരായി ജീവിക്കാം, നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കണം. ഏത് റിലീജിയസ് ട്രഡീഷൻ എടുത്താലും അപ്പോൾ നമ്മൾ ഈ അവർ എന്നുള്ള ഫീലിംഗ് ഒരുമിച്ച് വരുമ്പോൾ, ഏത് മതത്തിന്റെ ട്രഡീഷൻ എടുത്താൽ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എല്ലാവരും സത്യത്തിൽ ഫൊർഗീവ്നെസിന്റെ ഒരു കൾച്ചർ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ, നന്ദി കരയേറ്റുന്ന ഒരു കൾച്ചർ, കമ്പാഷന്റെ, അനുകമ്പയുടെ ഒരു കൾച്ചർ, അൾട്രൂയിസത്തെ അതിജീവിക്കുന്ന, ഞാൻ എന്ന ഭാവത്തെ അതിജീവിക്കുന്ന ഒരു വലിയ സംസ്കാരം കൂടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഫാദർ എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് നൽകുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. അതുപോലെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, നമ്മൾ അവർ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മളെല്ലാവരും പിതാവിന്റെ മക്കളാണെങ്കിൽ, നമ്മളെല്ലാവരും സഹോദരങ്ങളും സഹോദരികളുമാണെങ്കിൽ, നമ്മളെല്ലാവരും ഈ ചാരിറ്റി ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ഇതിലൊക്കെ ഒരുമിച്ച് എൻഗേജ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഓണവാര വേലയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ, സാൽവേഷൻ ആർമിയും മർത്തോമായ CS ഒരുമിച്ച് വരുന്ന പറയുന്നത് പോലെ തന്നെ പല മതങ്ങൾക്ക് ഒരുമിച്ച് വന്ന് എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ എൻഗേജ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിറ്റി, കാരണം ഇത് എന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെ എല്ലാവരുടെയും. വി ടുഗദർ വി എൻഗേജ് ഇൻ കമ്മ്യൂണിറ്റി ചാരിറ്റി സോളിഡാരിറ്റി ആക്ടിവിറ്റീസ്. തീർച്ചയായും ഈ അവർ എന്നുള്ള ആ ഒരു വലിയ സംഗതി നമ്മളെ നയിക്കുന്നത് ഒരു ഇന്റർഫെയ്ത്ത് എൻഗേജ്മെന്റിലേക്കാണ്. ഞാനും എന്റെ സഭയും ഞാനും എന്റെ മതവും എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്റർഫെയ്ത്ത്, എനിക്ക് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ മതമില്ലാതെ ഇരിക്കുന്ന അനുഭവം ഒരു പക്ഷെ വളരെ ഡ്രൈ ആയിരിക്കും. എന്നാൽ മതമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, റിലിജിയോസിറ്റി എന്നതിനേക്കാൾ ഒരു ആത്മീയതയെക്കുറിച്ച്, ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, ദൈവബോധ്യത്തെക്കുറിച്ച്. ആ ദൈവബോധ്യത്തിലേക്ക് നമ്മളെല്ലാവരും വന്ന് നമ്മളെല്ലാവരും ആ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ നീതിക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി പോരാടുമ്പോൾ, തമ്മിൽ സോളിഡാരിറ്റിയിൽ ഏർപ്പെടുമ്പോൾ, ഐക്യദാർഢ്യത്തിൽ ഏർപ്പെടുമ്പോൾ, തമ്മിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെയൊക്കെ ഒരു ഇന്റർഫെയ്ത്ത് എൻഗേജ്മെന്റ് സാധ്യമാവുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതിന് ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും, മെനി എറ്റ് വൺ, വൺ എറ്റ് മെനി. ഡൈവേഴ്സിറ്റിയെ ചോദ്യം ചെയ്യുകയല്ല, ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കുന്ന, എന്നാൽ നമ്മൾ ഒന്നാണ്. യൂണിഫോം എന്നല്ല, ആ ഒരു യൂണിറ്റിയെ കുറിച്ചാണ്. യൂണിറ്റി എമിഡ്സ് ഡൈവേഴ്സിറ്റി. മെനി എറ്റ് വൺ, വൺ എറ്റ് മെനി. ഒരു ഷെയർഡ് ഇൻവൊക്കേഷൻ ആണ്. നീയും ഞാനും അവനും അവളും എല്ലാവരും ഒരേ പിതാവിനോട് ഷെയർഡ് ഇൻവൊക്കേഷൻ. അതിലൂടെ വി ആർ ഇൻവാലിഡേറ്റിംഗ് ഡിസ്റ്റൻസ് വിത്ത് ഗോഡ്. പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഇന്റിമസിയിലൂടെ ദൈവവുമായിട്ടുള്ള ദൂരം നമ്മൾ എല്ലാവരും ക്യാൻസൽ ചെയ്യുകയാണ്, നമ്മൾ അസാധുവാക്കുകയാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ആ ദൂരത്തെ നമ്മൾ അസാധുവാക്കുക. കർത്താവിലൂടെ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന ഇൻകാർണേഷൻ തന്നെ ഓർപ്പിക്കുന്നത് ആ ദൂരത്തെ അസാധുവാക്കുന്ന ദൈവത്തിന്റെ വലിയ മനസ്സാണ്.
നമുക്കും ഉണ്ടായിരിക്കേണ്ടത് ആ വലിയ മനസ്സാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ദൂരത്തെ അസാധുവാക്കുന്ന അഭിസംബോധനയാണ് പിതാവേ എന്നുള്ള അഭിസംബോധന. 2, എംഫസ് യൂണിറ്റി. ആ റിലേഷന് വെർട്ടിക്കൽ മാനം മാത്രമല്ല, ഒരു ഹൊറിസോണ്ടൽ മാനം. അതാണ് ഇൻവാലിഡേറ്റിംഗ് ഡിസ്റ്റൻസ് വിത്ത് ഈച്ച് അതർ. തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ശത്രു, അന്യൻ, അപരൻ, അതെല്ലാം നമ്മൾ അസാധുവാക്കിക്കൊണ്ട് സഹോദരനാണ്, സഹോദരിയാണ് അഫേം ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് അവർ ഫാദർ, ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഇന്ന് ഇന്ത്യയുടെ പശ്ചാത്തലത്തിലും ലോകത്തിന് വിവിധ ഭാഗങ്ങളിലും എല്ലാവരെയും ഭയക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ മതത്തെ ഭയക്കണം, ആ ജെൻഡറിനെ ഭയക്കണം, ആ ജാതിയെ ഭയക്കണം, ഓരോരുത്തരെയും അയലത്തുകാരനെ ഭയക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ചതുപോലെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയം വേണ്ട, ഫോബിയ വേണ്ട. ഒന്നിനെക്കുറിച്ചും ഫോബിയ, ഒരു മതത്തെക്കുറിച്ച് ഫോബിയ വേണ്ട, ഒരു വ്യക്തിയെക്കുറിച്ച് ഫോബിയ വേണ്ട. ഇത് സഭയുടെ ഉള്ളിലും വളരെ പ്രധാനപ്പെട്ട. മധ്യകേരള മഹായിടവക എന്ന് പറയുന്നത് വളരെ ബഹുലതയുള്ള മഹായിടവകയാണ്. ഈ ബഹുലതയുള്ള മഹായിടവകയിൽ തമ്മിൽ ആരെയും നമുക്ക് ഭയപ്പെടേണ്ട. നമ്മൾ സ്നേഹത്തിലും നീതിയിലും വർത്തിക്കുവാൻ ഉള്ളതാണെന്ന് ഓർപ്പിക്കുന്നതാണ് അവർ ഫാദർ. നമ്മുടെ ആ വലിയ ഗീതം തന്നെ, സ്നേഹ വിരുന്ന് അനുഭവിക്കാൻ എന്ന് പാടുന്ന ആ ഗീതം തന്നെ ഓർപ്പിക്കുന്നത് നമുക്ക് ഒരു സ്നാനമാണ്, ഒരു കർത്താവാണ് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ തമ്മിലുള്ള വേർതിരിവുകൾ, ഡിസ്ക്രിമിനേഷൻസ് വെച്ച് പുലർത്തുന്നത്? അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഒരു ഭയവും തമ്മിൽ ആവശ്യമില്ല. വി മസ്റ്റ് ലവ് ഈച്ച് അതർ എന്ന് ഓർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവർ ഫാദർ. ഹോസ്റ്റിലിറ്റിയെ കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും വിരോധത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചാണ്, ആതിഥേയത്വത്തെ കുറിച്ചാണ്. അപ്പോൾ ഹോസ്റ്റിലിറ്റി അല്ല, ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക് ആവശ്യമെന്ന് കർത്താവിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഇതിലൂടെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങും നമ്മുടെ ഒരു സോഷ്യൽ വെൽബീയിങ്ങും ഒക്കെ സാധ്യമാവുകയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതമാകുന്നതിലൂടെ, ബൈഹാർട്ട് ചെയ്യുന്നതിലൂടെയല്ല, ഹൃദയത്തിലേക്ക് പകർത്തുന്നതിലൂടെ ഒരു സുജീവനം സാധ്യമാവുകയാണ്. നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ വെൽബീയിങ് ഒക്കെ സാധ്യമാക്കുന്ന, ഒരു തലത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന, നമ്മളെല്ലാവരെയും കൊണ്ടുചെന്നെത്തിക്കുന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതമായി മാറട്ടെ. അവർ ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാനും നീയും അവനും അവളും നമ്മളെല്ലാവരും ഒന്നാണ്, കർത്താവിൽ ഒന്നാണ്, കർത്താവിലൂടെ ഒന്നാണ്, കർത്താവിനോട് ഒന്നാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ സഹായിക്കട്ടെ. അങ്ങനെ സുജീവനം എന്നുള്ള വലിയ ഒരു ഔന്നത്യം, ആ ഒരു വലിയ ഐഡിയൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.